ഹലോ സ്റ്റുഡൻസ്, നമ്മൾ ഇനി 5th മൊഡ്യൂളിലോട്ട് കടക്കുകയാണ്. ലാസ്റ്റ് മൊഡ്യൂൾ ഇത് റീസെൻറ്റ് ട്രെൻഡ്സ് ഇൻ മാർക്കറ്റിംഗ് ആണ് വരുന്നത്. എന്തൊക്കെയാണ് മാർക്കറ്റിങ്ങിൽ റീസെൻറ്റ് ട്രെൻഡ്സ് എന്നുള്ള കാര്യങ്ങളാണ് നമുക്ക് ഈ മൊഡ്യൂളിൽ പഠിക്കാനായിട്ടുള്ളത്. ആക്ച്വലി ഈ ഒരു മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ അസൈൻമെൻ്റ് ആയിട്ടാണ് സാധാരണ രീതിയിൽ കൊടുക്കാറുള്ളത്, അല്ലെങ്കിൽ സെമിനാറായിട്ടാണ് കൊടുക്കാറുള്ളത്. അപ്പം ഞാൻ ഇതിനകത്ത് ജസ്റ്റ് ഒന്ന് വായിച്ച് പോകുന്നുള്ളൂ. എന്തൊക്കെയാണ് മാർക്കറ്റിങ്ങിൽ റീസെൻറ്റ് ട്രെൻഡ്സ് എന്നുള്ളതും കീ ടേംസ് ഏതൊക്കെയാണെന്നുള്ള കാര്യങ്ങളുമാണ് ഈ ഒരു ചാപ്റ്ററിൽ വരുന്നത്. ഇപ്പോൾ മോഡേൺ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, ട്രഡീഷണൽ മാർക്കറ്റിംഗ് എയിം എന്ന് പറയുന്നത് സെല്ലിംഗ് എഫേർട്ട് സെയിൽസ് മാക്സിമം സെയിൽസ് എന്നാണെങ്കിൽ, മോഡേൺ മാർക്കറ്റിംഗ് വരുമ്പോൾ അത് കസ്റ്റമർ ഓറിയൻറ്റഡ് മാർക്കറ്റിംഗ് ആയിട്ട് മാറുവാണ്. ഇത് സ്റ്റാർട്ട്സ് ആൻഡ് എൻഡ്സ് വിത്ത് കസ്റ്റമറിൽ തുടങ്ങി കസ്റ്റമറിൽ അവസാനിക്കുന്ന ഒരു പ്രോസസ്സാണ് മോഡേൺ മാർക്കറ്റിംഗ് എന്നൊരു ടേമിലോട്ട് വരുമ്പോൾ നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നത്. കസ്റ്റമേഴ്സ് ആർ കൺസിഡർഡ് ആസ് ദ ബാക്ക് ബോൺ ഓഫ് മാർക്കറ്റിംഗ്. മാർക്കറ്റിങ്ങിൻ്റെ ബാക്ക് ബോൺ എന്ന് പറയുന്നത് കസ്റ്റമറായിട്ടാണ് മോഡേൺ മാർക്കറ്റിങ്ങിൽ ട്രീറ്റ് ചെയ്യുന്നത്. ദ കൺസെപ്റ്റ് ഓഫ് മോഡേൺ മാർക്കറ്റിംഗ് റിക്വയർ മാർക്കറ്റേഴ്സ് ടു അനലൈസ് കസ്റ്റമർ നീഡ്സ് ആൻഡ് റിക്വയർമെൻറ്റ്. ദ ഗുഡ്സ് ആൻഡ് സർവീസ് ആർ കസ്റ്റമൈസ്ഡ് ആസ് പെർ ദ നീഡ്സ് ഓഫ് ദി കസ്റ്റമേഴ്സ്. അപ്പം ഒരു മാർക്കറ്റിൻ്റെ സക്സസ് എന്ന് പറയുന്നത് ആ മാർക്കറ്റിലെ കസ്റ്റമേഴ്സിൻ്റെ നീഡ്സ് ആൻഡ് റിക്വയർമെൻറ്റ് പ്രോപ്പറായിട്ട് അറിയുകയും അതനുസരിച്ചുള്ള ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴാണ് ഒരു മാർക്കറ്റിംഗ് സക്സസ്ഫുൾ ആണെന്ന് പറയാനായിട്ട് സാധിക്കത്തുള്ളൂ. നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്ന എലമെൻറ്റ്സ് ഓഫ് മോഡേൺ മാർക്കറ്റിംഗ്. എന്തൊക്കെ എലമെൻ്റാണ് മോഡേൺ മാർക്കറ്റിങ്ങിലുള്ളത്? ഫസ്റ്റ് തന്നെ പറഞ്ഞിരിക്കുന്നത് കസ്റ്റമർ ഓറിയൻറ്റേഷനാണ്. മാർക്കറ്റ് എന്ന് പറയുന്നത് കസ്റ്റമർ ഓറിയൻറ്റേഷനാണ്. എല്ലാ മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസും കസ്റ്റമറിനെ ബേസ് ചെയ്തിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കസ്റ്റമറിൻ്റെ നീഡ്സ് ആൻഡ് വാണ്ട്സ് അറിയുന്നു. അതിൻ്റെ ഒപ്പം ആ ഒരു നീഡ്സ് ആൻഡ് വാണ്ട്സിലാണ് ഏറ്റവും ടോപ്പ് പൊസിഷനിൽ മാർക്കറ്റിംഗ് ഒബ്ജക്റ്റീവിൽ വരുന്നത്. കസ്റ്റമറിൻ്റെ നീഡ്സ് ആൻഡ് വാണ്ട്സ് എന്താണെന്ന് അറിയുക, അതനുസരിച്ച് പ്രോഡക്റ്റ് ഡിസൈൻ ചെയ്യുക. ഇനി രണ്ടാമത്തെ എലമെൻ്റ് എന്ന് പറയുന്നത് ക്വാളിറ്റി. മോഡേൺ മാർക്കറ്റിംഗ് വന്നേക്കുന്ന അടുത്തൊരു എലമെൻറ്റ് ക്വാളിറ്റിയാണ്. പ്രോഡക്റ്റിൻ്റെ അല്ലെങ്കിൽ അവർ സർവീസിൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് മോഡേൺ മാർക്കറ്റിങ്ങിൻ്റെ അടുത്തൊരു കീ എലമെൻറ്റ്. തേർഡ് വൺ സർവീസ്. അതായത് ഗുഡ്സ് കസ്റ്റമറിന് ഡെലിവേർഡ് ചെയ്തു, അല്ലെങ്കിൽ കസ്റ്റമറിൻ്റെ കയ്യിലോട്ട് ഗുഡ്സ് കഴിഞ്ഞാൽ അത്രയും വെച്ചിട്ട് മാർക്കറ്റിംഗ് ആക്ടിവിറ്റി അവസാനിപ്പിക്കുമായിരുന്നു ട്രഡീഷണൽ മാർക്കറ്റിംഗ് വരുന്നത്. പക്ഷേ മോഡേൺ മാർക്കറ്റിങ്ങിൽ വരുമ്പോൾ കസ്റ്റമേഴ്സിൻ്റെ നീഡ്സ് ആൻഡ് വാണ്ട്സ് അറിയുന്നു, അതനുസരിച്ച് പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു, അവരുടെ കയ്യിലോട്ട് ആ പ്രോഡക്റ്റ് എത്തിച്ചേരുന്നു, അതിനുശേഷം ആഫ്റ്റർ സെയിൽ സർവീസ് ആവശ്യമാണെങ്കിൽ അത് കൊടുക്കുന്നു. ഇത്രയും കാര്യങ്ങൾ നമുക്ക് സർവീസ് കൊടുക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്ക് മോഡേൺ മാർക്കറ്റിങ്ങിൽ കാണാനായിട്ട് സാധിക്കും. ഫോർത്ത് വൺ പറഞ്ഞിരിക്കുന്ന റിലേഷൻഷിപ്പ്. അപ്പം നേരത്തെ ട്രഡീഷണൽ മാർക്കറ്റിംഗ് വരുമ്പോഴത്തേനും കസ്റ്റമർ ആരാണ്, അല്ലെങ്കിൽ കസ്റ്റമറിൻ്റെ നീഡ്സ് എന്താണ്, അങ്ങനെയൊന്നും അറിയത്തില്ലായിരുന്നു, അല്ലെങ്കിൽ അത് അറിയാൻ ശ്രമിക്കാറില്ലായിരുന്നു. പക്ഷേ മോഡേൺ മാർക്കറ്റിങ്ങിൽ വരുമ്പോഴത്തേനും കസ്റ്റമറുമായിട്ട് ഒരു ലോങ് ലാസ്റ്റിംഗ് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകാനായിട്ട് കമ്പനീസ് ശ്രദ്ധിക്കാറുണ്ട്. The aim of building customer relationship is to find, attract and win new customers and retain the existing customers. കസ്റ്റമർ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിൻ്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് കസ്റ്റമറിനെ ഫൈൻഡ് ഔട്ട് ചെയ്യുക, അവരെ അട്രാക്റ്റ് ചെയ്യുക, അതുപോലെ പുതിയ കസ്റ്റമേഴ്സിനെ വിൻ ചെയ്യുക, അല്ലെങ്കിൽ പുതിയ കസ്റ്റമേഴ്സിനെ അക്വയർ ചെയ്യുക, അതിൻ്റെ ഒപ്പം എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സിനെ റീറ്റെയിൻ ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ കസ്റ്റമർ റിലേഷൻഷിപ്പിൽ മോഡേൺ മാർക്കറ്റിംഗ് കമ്പനീസ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകുന്ന കാര്യമാണ്. അടുത്ത പറഞ്ഞിരിക്കുന്നത് കോമ്പറ്റീറ്റർ ഓറിയൻറ്റേഷൻ. Firms focus on the marketing strategies of the competitors to understand their strength and weakness in meeting the needs of the customer. അടുത്തൊരു എലമെൻ്റ് എന്ന് പറഞ്ഞിരിക്കുന്ന കോമ്പറ്റീറ്റർ ഓറിയൻറ്റേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഓരോ ബിസിനസ് ഓർഗനൈസേഷൻസും ആരൊക്കെയാണ് കോമ്പറ്റീറ്ററായിട്ട് വരുന്നത്, അവരുടെ സ്ട്രെങ്ത് എന്താണ്, അവരുടെ വീക്ക്നെസ് എന്താണ്, അതുപോലെ അവരുടെ ക്വാളിറ്റീസ് എന്തൊക്കെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എപ്പോഴും കീൻ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കും. എന്നാൽ മാത്രമാണ് കറക്റ്റായിട്ട് കസ്റ്റമറിൻ്റെ നീഡ്സിനനുസരിച്ചുള്ള പ്രോഡക്റ്റുകൾ ടൈലേർഡ് ചെയ്ത് അല്ലെങ്കിൽ ഡിസൈൻ ചെയ്തെടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് നമ്മുടെ അഞ്ചാമത്തെ എലമെൻ്റായിട്ട് പറഞ്ഞിരിക്കുന്നത് കോമ്പറ്റീറ്റർ ഓറിയൻറ്റേഷനാണ് മോഡേൺ മാർക്കറ്റിംഗ്. ദെൻ 6 പറഞ്ഞിരിക്കുന്നത് പ്രോഫിറ്റ് ഓറിയൻറ്റേഷൻ. In modern marketing, firms are of the view that profit can be generated only by way of effectively meeting the needs of the customers. അപ്പം മോഡേൺ മാർക്കറ്റിംഗ് വരുമ്പോഴത്തേനും ഫേംസ് ബിലീവ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഓർഗനൈസേഷൻസ് ബിലീവ് ചെയ്യുന്നത്, നമുക്ക് ഒരു ഓർഗനൈസേഷനിൽ പ്രോഫിറ്റ് നേടിയെടുക്കണമെന്നുണ്ടെങ്കിൽ കസ്റ്റമേഴ്സിനെ വിൻ ചെയ്യുക, അല്ലെങ്കിൽ കസ്റ്റമേഴ്സിനെ റീറ്റെയിൻ ചെയ്യുക, അവരെ പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്യുക, ഇതുവഴി മാത്രമാണ് പ്രോഫിറ്റ് നേടിയെടുക്കാൻ പറ്റുള്ളൂ എന്നാണ് മോഡേൺ മാർക്കറ്റിങ്ങിലെ ഫേംസ് ബിലീവ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മോഡേൺ മാർക്കറ്റിങ്ങിൻ്റെ എലമെൻ്റായിട്ട് പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് സ്കോപ്പ് ഓഫ് മോഡേൺ മാർക്കറ്റിംഗ്. എന്തൊക്കെയാണ് മോഡേൺ മാർക്കറ്റിങ്ങിൻ്റെ സ്കോപ്പ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഏതൊക്കെ ഏരിയയിലാണ് മോഡേൺ മാർക്കറ്റിംഗ് വ്യാപിച്ച് കിടക്കുന്നത്? ഫസ്റ്റ് വൺ പറഞ്ഞിരിക്കുന്നത് ഗുഡ്സ്. മോഡേൺ മാർക്കറ്റിങ്ങിലെ ഗുഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
ടാഞ്ചിബിൾ ഗുഡ്സ് എന്ന രീതിയിലാണ് പറയുന്നത്. മോഡേൺ മാർക്കറ്റിൽ ഗുഡ്സ് എന്ന് മാത്രം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ടാഞ്ചിബിളായിട്ട് അല്ലെങ്കിൽ ഫിസിക്കലായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന വസ്തുവകകളെയാണ്, പ്രോഡക്റ്റുകളെയാണ് ഗുഡ്സ് എന്ന് പറയുന്നത്, കസ്റ്റമേഴ്സിന് വേണ്ടി നമ്മൾ കൊടുക്കുന്നത്. അടുത്തൊരു ഏരിയ എന്ന് പറയുന്നത് സർവീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, ഇൻടാഞ്ചിബിൾ പ്രോഡക്റ്റാണ്. നമുക്കത് കാണാനോ അല്ലെങ്കിൽ ഫിസിക്കൽ ഫോമിലുള്ളതല്ല. നമുക്ക് ഇൻഷുറൻസ് കൊടുക്കുന്നു, അല്ലെങ്കിൽ ബാങ്കിങ് കൊടുക്കുന്നു, ഡോക്ടേഴ്സ്, ലോയേഴ്സ് ഇവരൊക്കെ കൊടുക്കുന്നത് ഇൻടാഞ്ചിബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്, പ്രോഡക്റ്റുകളാണ്. അപ്പോൾ അതിനെയാണ് സർവീസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് എക്സ്പീരിയൻസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോഡേൺ മാർക്കറ്റിംഗ് ബൈ അറേഞ്ചിങ് സെവറൽ സർവീസ് ആൻഡ് ഗുഡ്സ് എ ഫേം ക്യാൻ ക്രിയേറ്റ് സ്റ്റേജ് ആൻഡ് മാർക്കറ്റ് എക്സ്പീരിയൻസ്. ഇൻ ദിസ് ടൈപ്പ് ഓഫ് മാർക്കറ്റിംഗ് കസ്റ്റമേഴ്സ് ഡു നോട്ട് പർച്ചേസ് പ്രോഡക്റ്റ് ഓർ സർവീസസ് ബട്ട് ദേ എക്സ്പീരിയൻസ് ദം. അപ്പം അടുത്ത പറഞ്ഞിരിക്കുന്നത് എക്സ്പീരിയൻസുകൾ. അപ്പോൾ ഒന്നെങ്കിൽ ടാഞ്ചിബിൾ ഗുഡ്സ് ആയിരിക്കാം. മോഡേൺ മാർക്കറ്റിങ്ങിൽ വരുന്ന സ്കോപ്പ് അല്ല എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള ആക്ടിവിറ്റീസാണ് പറയുന്നത്. ഒന്നെങ്കിൽ ടാഞ്ചിബിൾ ഗുഡ്സ് ആയിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ സർവീസ് ആയിരിക്കാം, അല്ലെങ്കിൽ പറഞ്ഞിരിക്കുന്ന എക്സ്പീരിയൻസ് കസ്റ്റമേഴ്സിന് മേടിക്കാനോ അല്ലെങ്കിൽ ഉപയോഗിക്കാനോ പറ്റാതെ എക്സ്പീരിയൻസ് ചെയ്യേണ്ടതായിട്ടുള്ള കുറേ പ്രോഡക്റ്റുകളുണ്ട്. ഇപ്പോൾ വാട്ടർ തീം പാർക്ക്, ഫോറസ്റ്റ് ട്രക്കിങ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മൾ പൈസ കൊടുത്തിട്ടാണ് വാട്ടർ തീം പാർക്കിൽ കയറുന്നത്. പക്ഷേ നമുക്ക് എന്തെങ്കിലും പ്രോഡക്റ്റ് കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. നമുക്ക് അവിടുത്തെ ഒരു എക്സ്പീരിയൻസ് മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ എക്സ്പീരിയൻസ് എന്നുള്ള രീതിയിലും നമുക്ക് മോഡേൺ മാർക്കറ്റിങ്ങിൽ ഒരു പ്രോഡക്റ്റുകൾ വരുന്നുണ്ട്. അടുത്ത പറഞ്ഞിരിക്കുന്നത് ഇവൻറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പനികൾ സ്പോൺസർ ചെയ്യുന്ന ഈ സ്റ്റേജ് ഷോസ്, അതുപോലെ സ്പോർട്സ് ഇവൻറ്റ്സ്, ഇതിനൊക്കെയാണ് ഇവൻറ്റ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം മോഡേൺ മാർക്കറ്റിങ്ങിൽ അടുത്തായിട്ട് പറഞ്ഞിരിക്കുന്നതാണ് ഈ പറയുന്ന ഇവൻറ്റ്സുകൾ പ്രൊമോട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ഇവൻറ്റ്സുകൾ സ്പോൺസർ ചെയ്യുന്നു, അതുവഴി കസ്റ്റമറിനെ റീറ്റെയിൻ ചെയ്യുന്നു. അപ്പം കസ്റ്റമേഴ്സിൻ്റെ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അവരുടെ മെൻ്റൽ റിലീഫിന് വേണ്ടിയിട്ടുള്ള സ്റ്റേജ് ഷോ, സ്പോർട്സ് ഇവൻറ്റ്സൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നത്. അടുത്ത് പറഞ്ഞിരിക്കുന്നത് പേഴ്സൺസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോഡേൺ മാർക്കറ്റിങ്ങിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മേഖലയാണെന്ന് പറഞ്ഞാൽ സെലിബ്രിറ്റീസ് അല്ലെങ്കിൽ ആർട്ടിസ്റ്റുകൾ, ഇങ്ങനെയുള്ളവരെയൊക്കെ വെച്ചിട്ട് നമ്മൾ ഇപ്പോൾ അഡ്വർടൈസ്മെൻ്റ് ഇറക്കുന്നു, അല്ലെങ്കിൽ അവരെ വെച്ചിട്ട് അവരെ ബ്രാൻഡ് അംബാസഡറായിട്ട് വെക്കുന്നു. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പേഴ്സൺസിനെ വെച്ചിട്ട് നമ്മൾ മാർക്കറ്റിംഗ് നടത്താറുണ്ട്. പിന്നെ ഉള്ളത് പ്ലേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, ടൂറിസത്തിൻ്റെ കാര്യത്തിൽ വരുമ്പോഴാണ് പ്ലേസ് വരുന്നത്. ടൂറിസം ഈസ് ദ ബെസ്റ്റ് എക്സാമ്പിൾ ഫോർ പ്ലേസ് മാർക്കറ്റിംഗ്. കേരള ടൂറിസം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ പ്രൊമോട്ട്സ് കേരളാസ് കോഴ്സ് ഓൺ കൺട്രി. അപ്പം പ്ലേസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഓരോ സ്ഥലങ്ങൾ നമ്മൾ എക്സ്പീരിയൻസ്ഡ് ആയി കൊടുക്കുന്നു, അല്ലെങ്കിൽ ഓരോ സ്ഥലങ്ങൾ നമ്മൾ ടൂറിസ്റ്റ് പ്ലേസായിട്ട് നമ്മൾ ഫിക്സ് ചെയ്യുന്നു. ഇങ്ങനെയൊക്കെ അതൊരു മാർക്കറ്റിംഗ് ആണ്. ഈ പ്ലേസിൽ വരുന്ന ആൾക്കാർ അവർക്ക് എന്തെങ്കിലും ടിക്കറ്റ് വെക്കുന്നു, അല്ലെങ്കിൽ അവർ അവിടെ വേറെ എന്തെങ്കിലും ചെറിയ ബിസിനസ്സുകൾ നടത്തുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ പ്ലേസസ് എന്ന് പറയുന്നത് മോഡേൺ മാർക്കറ്റിങ്ങിൽ വരുന്നൊരു എൻറ്റിറ്റിയാണ്. ദെൻ 7th എന്ന് പറഞ്ഞിരിക്കുന്നത് പ്രോപ്പർട്ടീസ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റോക്ക് എക്സ്ചേഞ്ചുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ റിയൽ എസ്റ്റേറ്റ്, അല്ലെങ്കിൽ സ്റ്റോക്സ്, ഷെയർസ്, ബോൺസ്, ഡിബഞ്ചേഴ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാർക്കറ്റ് ചെയ്യുന്നത് തന്നെയാണ് പ്രോപ്പർട്ടി മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അടുത്ത ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചില ഓർഗനൈസേഷൻസ്, അതായത് ഇപ്പം ബ്രില്യൻസ് കോളേജ്, അതുപോലെ ബാക്കി വേറെ എന്തെങ്കിലും IELTS കോച്ചിങ് ചെയ്യുന്ന ഓർഗനൈസേഷൻസ്, ഇങ്ങനെ ഓർഗനൈസേഷൻസ് വഴി മാർക്കറ്റിംഗ് നടത്തുന്നു. അപ്പോൾ ഓർഗനൈസേഷൻ്റെ ഇമേജ്, അല്ലെങ്കിൽ ഇപ്പോൾ ബ്രില്യൻസ് കോളേജ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അതിൻ്റെ ഒരു ഇമേജ് അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഏതെങ്കിലും വെൽ നോൺ ആയിട്ടുള്ള IELTS കോച്ചിങ് സെൻറ്റേഴ്സ്, ഇതിൻ്റെയൊക്കെ ഒരു ഇമേജ് എന്ന് പറയുന്നത് മാർക്കറ്റിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഓർഗനൈസേഷൻസ്. അടുത്ത് പറഞ്ഞേക്കുന്ന ഇൻഫർമേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചാൽ നമുക്ക് ഓരോ സെമസ്റ്ററിലും നമ്മളിവിടെ ടെക്സ്റ്റ് ബുക്ക് മേടിക്കാറുണ്ട്, എല്ലാ സബ്ജക്റ്റിനും ടെക്സ്റ്റ് ബുക്ക് മേടിക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു കോളേജിനെ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിനെ സംബന്ധിച്ച് ബുക്കുകളുണ്ട്, സ്റ്റഡി മെറ്റീരിയൽസ് ഉണ്ട്, അതുപോലെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ബാക്കി വസ്തുവകളുണ്ട്, പ്രോഡക്റ്റ്സ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഇൻഫർമേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രോഡക്റ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യുകയും പാക്ക് ചെയ്യുകയും മാർക്കറ്റ് ചെയ്യുകയും ചെയ്യുന്നതാണ് ഇൻഫർമേഷൻ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ദെൻ ലാസ്റ്റ് വൺ പറഞ്ഞിരിക്കുന്ന ഐഡിയാസ് ഇറ്റ് ഈസ് അബൌട്ട് ഡെലിവറിങ് സം റെലവൻറ്റ് ഐഡിയാസ് ടു ദ കസ്റ്റമേഴ്സ്. അപ്പം എന്തെങ്കിലും ഒരു ഐഡിയ കസ്റ്റമറിലോട്ട് എത്തിക്കുന്നു. ഇപ്പം നമുക്ക് ഈ ട്രാഫിക് റൂൾസിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും കാര്യം സംബന്ധിച്ച് നമുക്ക് നമ്മുടെ ന്യൂസ് ചാനലിലൊക്കെ മോഹൻലാലിൻ്റെ അംബാസഡറായിട്ട്, മോഹൻലാലിൻ്റെ ഒരു കാർട്ടൂൺ കഥാപാത്രമായിട്ടൊക്കെ എടുത്തിട്ടുള്ളതുണ്ട്. അതുപോലെ KSEBയുടെ ക്യാമ്പയിന് ആക്ടേഴ്സ് വരുന്നു. അപ്പോൾ എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ ഐഡിയാസ് ഏതെങ്കിലും ഒരു സെലിബ്രിറ്റീസ് വഴി ആൾക്കാരിലോട്ട് എത്തിക്കുന്നു. അപ്പം അതൊരു മാർക്കറ്റിംഗ് തന്ത്രമാണ്. ഐഡിയാസ്, അപ്പോൾ എങ്ങനെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്താണെന്നുള്ളത്, അതുപോലെ പൊല്യൂഷൻ ഉണ്ടാക്കാതിരിക്കാനുള്ള ഒരു മെസ്സേജ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കസ്റ്റമറിലോട്ട് എത്തിക്കുന്നു. അപ്പം ഐഡിയാസ് മാർക്കറ്റിംഗ് ചെയ്യുന്നു.
അപ്പോൾ ഇത്തരം രീതിയിലാണ് സ്കോപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോഡേൺ മാർക്കറ്റിംഗ് നടത്തുന്ന ഏരിയാസ്. ഗുഡ്സ് ഉണ്ട്, സർവീസസ് ഉണ്ട്, അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇവൻറ്റ്സ് പ്രൊമോട്ട് ചെയ്യുന്നു, അതുപോലെ ഇതിൽ സെലിബ്രിറ്റി പേഴ്സൺസിന് വെച്ചിട്ട് പ്ലേസ് മാർക്കറ്റ് ചെയ്യുന്നു, പ്രോപ്പർട്ടീസ് മാർക്കറ്റ് ചെയ്യുന്നു, ഓർഗനൈസേഷൻസ് ഇൻഫർമേഷൻ മാർക്കറ്റ് ചെയ്യുന്നു, ഐഡിയാസ് മാർക്കറ്റ് ചെയ്യുന്നു. ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മുടെ മോഡേൺ മാർക്കറ്റിൻ്റെ സ്കോപ്പിനുള്ളിൽ വരുന്നതാണ്. അടുത്ത് പറഞ്ഞിരിക്കുന്ന രണ്ടാമത്തെ ടേം റിലേഷൻഷിപ്പ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഡെഫിനേഷൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് മോഡേൺ മാർക്കറ്റിങ്ങിൽ വരുന്നൊരു പുതിയ ടേമാണ് റിലേഷൻഷിപ്പ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതുപോലെ നമുക്ക് സോഷ്യൽ മാർക്കറ്റിംഗ്, ഗ്രീൻ മാർക്കറ്റിംഗ്, അങ്ങനെ ഇൻ്റർനെറ്റ് മാർക്കറ്റിംഗ്, ഓൺലൈൻ മാർക്കറ്റിംഗ്, ഇങ്ങനെ മോഡേൺ മാർക്കറ്റിങ്ങിൽ വരുന്ന എല്ലാ ടേംസും നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ റിലേഷൻഷിപ്പ് മാർക്കറ്റിംഗ് RM എന്ന് പറയും. റിലേഷൻ മാർക്കറ്റിൻ്റെ ഡെഫിനേഷൻ പറഞ്ഞിരിക്കുന്നത് സെക്കൻഡ് ഡെഫിനിഷൻ, ചെറിയ ഡെഫിനിഷൻ നോക്കിയാൽ മതി. അക്കോർഡിംഗ് ടു മോർഗൻ ആൻഡ് ഹണ്ട്, റിലേഷൻഷിപ്പ് മാർക്കറ്റിംഗ് റെഫേഴ്സ് ടു ഓൾ മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ് ഡയറക്റ്റഡ് ടുവാർഡ്സ് എസ്റ്റാബ്ലിഷിംഗ്, ഡെവലപ്പിംഗ് ആൻഡ് മെയിൻറ്റെയിനിങ് സക്സസ്ഫുൾ റിലേഷണൽ എക്സ്ചേഞ്ച്. അപ്പോൾ കസ്റ്റമേഴ്സുമായിട്ട് സക്സസ്ഫുൾ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഇല്ലെങ്കിൽ അവരുടെ റിലേഷനെ വാല്യൂ ചെയ്യുന്നു. അങ്ങനെ വാല്യൂ ചെയ്ത് അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷ് ചെയ്ത് ഡെവലപ്പ് ചെയ്യുന്നതിനെയാണ് നമ്മൾ റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. കസ്റ്റമറിൻ്റെ ഏറ്റവും നല്ല രീതിയിൽ അവരെ റിലേറ്റ് ചെയ്തുകൊണ്ട് പോകുക, അല്ലെങ്കിൽ അവരെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകുക എന്നുള്ളതാണ് റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റ് മാർക്കറ്റിങ്ങിൽ വരുന്നത്. അതിൻ്റെ എലമെൻ്റ് എന്ന് പറയുന്നത് കൺസേൺ, ട്രസ്റ്റ് ആൻഡ് കമ്മിറ്റ്മെൻറ്റ്, സർവീസ്. ഇത്രയാണ് നമുക്ക് എലമെൻ്റായിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റ് റിലേഷൻഷിപ്പ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു ഹെൽത്ത് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോവുക, കസ്റ്റമറുമായിട്ട് ഹെൽത്ത് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോവുക. അങ്ങനെ ഒരു ഹെൽത്ത് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകാൻ ആവശ്യമുള്ള എലമെൻറ്റ്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ കൺസേൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കസ്റ്റമറിൻ്റെ വെൽഫെയറിനെ കൺസേൺ ചെയ്യുക, അല്ലെങ്കിൽ അവരുടെ എക്സ്പെക്റ്റേഷൻ എന്താണ്, അല്ലെങ്കിൽ അവരെന്താണ് നമ്മളിൽ നിന്ന് ഒരു മാർക്കറ്റർ എന്ന നിലയിൽ നമ്മളിൽ നിന്ന് എന്താണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് അതിലും കൂടുതലായിട്ട്, അല്ലെങ്കിൽ അതിലും എബോവായിട്ട് അവർക്ക് അവരുടെ വെൽഫെയറിന് വേണ്ടി നമ്മൾ കൺസേൺ ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് ട്രസ്റ്റ് ആൻഡ് കമ്മിറ്റ്മെൻറ്റ്. ഇപ്പം നമുക്കറിയാം, രണ്ട് വ്യക്തികൾ തമ്മിൽ റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു സ്മൂത്ത് റിലേഷൻഷിപ്പ് ആണെങ്കിൽ അവരുടെ ട്രസ്റ്റും കമ്മിറ്റ്മെൻറ്റും കൂടിയേ വരുള്ളൂ. അപ്പോൾ ട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹോണസ്റ്റി അല്ലെങ്കിൽ ബെനവലൻസ് എന്നൊക്കെ പറയും. അപ്പോൾ ഹോണസ്റ്റി മീൻസ് ദ അഡിയറൻസ് ടു പ്രോമിസസ്, ഒബ്ലിഗേഷൻ ആൻഡ് സിൻസിയറിറ്റി. അപ്പോൾ സിൻസിയർ ആയിട്ടിരിക്കുക, പറഞ്ഞിരിക്കുന്ന പ്രോമിസ് കറക്റ്റായിട്ട് പാലിക്കുക. അപ്പോൾ നമ്മളൊരു മാർക്കറ്റർ ആണെങ്കിൽ, നമ്മളൊരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓർഗനൈസേഷൻ ആണെങ്കിൽ, നമ്മൾ പറഞ്ഞിരിക്കുന്ന പ്രോമിസസ് അത് വേഗമായിട്ടുള്ളതല്ലാതെ, അല്ലെങ്കിൽ കളവായിട്ടുള്ള രീതിയിലാണ്ടുള്ള പ്രോമിസസ് കൊടുക്കാനും, അത് പ്രോമിസ് എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് സിൻസിയറായിട്ട് ചെയ്യുവാനുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഒരു റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റിൽ വരുന്നുണ്ട്. പിന്നെ ബെനവലൻസ് അല്ലെങ്കിൽ കൈൻഡ്നെസ് എന്ന് പറയും. ഇൻട്രസ്റ്റ് ഇൻ ദ വെൽഫെയർ ഓഫ് അതേഴ്സ്, മറ്റുള്ളവരുടെ വെൽഫെയറിനും കൂടി ഇൻട്രസ്റ്റ് കൊടുക്കുക എന്നുള്ളതാണ് ബെനവലൻസ് അല്ലെങ്കിൽ കൈൻഡ്നെസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കമ്മിറ്റ്മെൻറ്റ് ഈസ് ദ കണ്ടിന്യൂസ് ഡിസൈർ ടു മെയിൻറ്റെയിൻ ഗുഡ് റിലേഷൻസ്. അപ്പോൾ കമ്മിറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഗുഡ് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകാനുള്ള നമ്മുടെ ഒരു കഴിവ് അല്ലെങ്കിൽ ഒരു ആഗ്രഹത്തെയാണ് കമ്മിറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇവിടെ പറഞ്ഞു വന്നിട്ടുള്ളൂ റിലേഷൻഷിപ്പ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കസ്റ്റമറുമായിട്ടൊരു ട്രസ്റ്റ് അല്ലെങ്കിൽ ഒരു കമ്മിറ്റ്മെൻറ്റ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോവുക. ട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരുന്നു പറഞ്ഞു, ഹോണസ്റ്റി അല്ലെങ്കിൽ ബെനവലൻസ് ഉണ്ടാക്കിയെടുക്കുക. കമ്മിറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ലോങ് ലാസ്റ്റ് റിലേഷൻഷിപ്പ് കസ്റ്റമറുമായിട്ട് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോവുക. അടുത്ത മൂന്നാമത്തെ എലമെൻ്റ് എന്ന് പറയുന്നത് സർവീസ് കൊടുക്കുക. അപ്പം ദിസ് ഈസ് ദ ഔട്ട്കം ഓഫ് കൺസേൺ, ട്രസ്റ്റ് ആൻഡ് കമ്മിറ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് സർവീസ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ റിലേഷൻഷിപ്പ് മാർക്കറ്റിംഗ് വാണ്ട്സ് ആൻഡ് ഓർഗനൈസേഷൻ വൈഡ് കമ്മിറ്റ്മെൻറ്റ് ടു പ്രൊവൈഡ് ഹൈ ക്വാളിറ്റി സർവീസ് ടു ദ കസ്റ്റമേഴ്സ്. ഇത് പറഞ്ഞിരിക്കുന്ന ഇത്രയുള്ളൂ. നമ്മൾ നമ്മുടെ കസ്റ്റമേഴ്സിനെ കൺസേൺ ചെയ്യുന്നുണ്ടെങ്കിൽ, അപ്പോൾ അവർ നമ്മളിൽ ട്രസ്റ്റായിട്ട്, അല്ലെങ്കിൽ നമ്മൾ അവരുമായിട്ട് റിലേഷൻഷിപ്പിൽ കമ്മിറ്റഡ് ആണെങ്കിൽ നമ്മൾ അവർക്ക് ക്വാളിറ്റി സർവീസ് ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന 3 എലമെൻറ്റ്സ് റിലേഷൻഷിപ്പ് മാർക്കറ്റിംഗിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 ഇത് പരസ്പരം റിലേറ്റ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളുമാണ്. കൺസേൺ, ട്രസ്റ്റ് ആൻഡ് കമ്മിറ്റ്മെൻറ്റ്, സർവീസ്. അടുത്ത് പറഞ്ഞിരിക്കുന്നത് ലെവൽസ് ഓഫ് റിലേഷൻഷിപ്പ് മാർക്കറ്റിംഗ്. എന്തൊക്കെ ലെവലിൽ കൂടിയാണ് റിലേഷൻഷിപ്പ് മാർക്കറ്റിംഗ് പോകുന്നതെന്നുള്ളത്. 3 ലെവലാണ് പറഞ്ഞിരിക്കുന്നത്: പ്രൈസ് ഫോക്കസ്, സോഷ്യൽ ഇൻട്രാക്ഷൻ, ഇൻ്റർഡിപ്പെൻഡൻസ്.
പ്രൈസ് ഫോക്കസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ലെവലിൽ പ്രൈസിനാണ് ഫോക്കസ് ചെയ്യുന്നത്. പ്രൈസ് അഡ്ജസ്റ്റ്മെൻറ്റ് വരുത്തിക്കൊണ്ട് കസ്റ്റമറിന് എൻ്റെ വെൽഫെയർ ലക്ഷ്യം വെക്കുന്നു. ഇൻ ദിസ് ലെവൽ ഫേംസ് ഗീവ് പ്രൈസ് റിഡക്ഷൻ, ഡിസ്കൗണ്ട് ആൻഡ് അതർ ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ് ടു മോട്ടിവേറ്റ് കസ്റ്റമേഴ്സ് ടു എൻ്റർ ഇൻ ടു ബൈയിങ് റിലേഷൻഷിപ്പ് വിത്ത് ദം. അപ്പം ഈ ഒരു പ്രൈസ് ഫോക്കസ് എന്ന ഒരു ലെവൽ വരുമ്പോഴത്തേനും പ്രൈസിൽ വ്യത്യാസം വരുത്തിക്കൊണ്ട് ചിലപ്പോൾ ഡിഡക്ഷൻ കൊടുക്കുന്നു, അല്ലെങ്കിൽ ഡിസ്കൗണ്ട് കൊടുക്കുന്നു, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ് ആയിട്ട് എന്തെങ്കിലും കൊടുക്കുന്നു. ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കസ്റ്റമറിനെ മോട്ടിവേറ്റ് ചെയ്യാനായിട്ട്, അവരുടെ പ്രോഡക്റ്റ് മേടിക്കാനായിട്ടും അതുവഴി കമ്പനിയായിട്ട് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടും പ്രൈസ് വഴി കസ്റ്റമറെ മോട്ടിവേറ്റ് ചെയ്യുന്നു. അതാണ് ഒന്നാമത്തെ ലെവലെന്ന് പറയുന്നത്. രണ്ടാമത്തെ പറഞ്ഞിരിക്കുന്നത് സോഷ്യൽ ഇൻറ്ററാക്ഷൻ. In this level, the relationship between the customers develop into social interaction. It is shift to a natural relationship from an artificial business relationship. Improve communication and customer service are the important aspect of this level. ഇപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു നാച്ചുറൽ റിലേഷൻഷിപ്പിൽ നിന്നും ആർട്ടിഫിഷ്യൽ ബിസിനസ് റിലേഷൻഷിപ്പിലോട്ട് ഷിഫ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ സോഷ്യലി ഇൻട്രാക്ട് ചെയ്യുന്ന സോഷ്യൽ മീഡിയാസ് വഴി, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ വഴി, വേറെ കമ്മ്യൂണിക്കേഷൻ മീഡിയാസ് വഴി കസ്റ്റമറുമായിട്ട് എപ്പോഴും ഒരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകുക എന്നുള്ളതാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ അവർക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവർക്ക് സർവീസ് കൊടുക്കുന്നു, അതുപോലെ കമ്മ്യൂണിക്കേഷൻ എന്തെങ്കിലും എപ്പോഴും അവരുടെ സജഷൻസ് നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് സോഷ്യൽ ഇൻട്രാക്ഷൻ ലെവലിൽ വരുന്നത്. മൂന്നാമത് വന്നിരിക്കുന്നത് ഇൻ്റർഡിപ്പെൻഡൻസ്. ഈ മൂന്നാമത്തെ സ്റ്റേജിലോട്ട് വരുമ്പോഴത്തേനും സ്ട്രക്ചറൽ ചേഞ്ചസ് വരികയാണ് റിലേഷൻഷിപ്പിൽ. അതായത് ഫേമും കസ്റ്റമറും എന്നുള്ള രീതിയിൽ നിന്നും ഫേമിൻ്റെ ഒരു മെമ്പറായിട്ടോ അല്ലെങ്കിൽ ഒരു പാർട്ട്ണറായിട്ടോ കസ്റ്റമർ മാറുകയാണ്. അതാണ് ഇൻ്റർഡിപ്പെൻഡൻസ് സ്റ്റേജ് വരുമ്പോൾ. എ ഡിപ്പെൻഡൻറ്റ് റിലേഷൻഷിപ്പ് ഈസ് ഇവോൾവ് ബിറ്റ്വീൻ ദ കസ്റ്റമർ ആൻഡ് ദ ഫേം വിച്ച് കണ്ടിന്യൂസ്ലി ഗ്രോ ഓവർ ടൈം. അതും പരസ്പരം ഒരു റിലേഷൻഷിപ്പ്, ഒരു ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് വരുന്നു. കസ്റ്റമറിനെ സംബന്ധിച്ച് ഒന്നെങ്കിൽ ഒരു ആക്റ്റീവ് മെമ്പറായിട്ടോ അല്ലെങ്കിൽ ഒരു പാർട്ട്ണറായിട്ടോ ഫേമിലോട്ട് മാറ്റപ്പെടുന്നു. ഈ 3 ലെവൽസിൽ കൂടിയാണ് റിലേഷൻഷിപ്പ് മാർക്കറ്റിംഗ് പോകുന്നത്. ഒന്നെങ്കിൽ പ്രൈസിൽ എന്തെങ്കിലും ചേഞ്ച് വരുത്തിക്കൊണ്ടുള്ള കസ്റ്റമറിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു, സോഷ്യൽ ഇൻട്രാക്ഷൻ വഴിയുള്ള കസ്റ്റമർ മെയിൻറ്റെനൻസ്, അതുപോലെ ഇൻ്റർഡിപ്പെൻഡൻസ് കസ്റ്റമറിനെ ഒരു പാർട്ട്ണറായിട്ടോ അല്ലെങ്കിൽ ഒരു മെമ്പറായിട്ടോ കണക്കാക്കിക്കൊണ്ടുള്ള റിലേഷൻഷിപ്പ് മെയിൻറ്റെനൻസ്. ഇനി അടുത്ത് പറഞ്ഞിരിക്കുന്ന അഡ്വാൻറ്റേജസ്. അഡ്വാൻറ്റേജ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത് ഫസ്റ്റ് വൺ, ഇറ്റ് ഹെൽപ്സ് കമ്പനീസ് ടു എഫക്റ്റീവ്ലി റീറ്റെയിൻ ദ കസ്റ്റമേഴ്സിനെ എഫക്റ്റീവായിട്ട് റീറ്റെയിൻ ചെയ്യാനായിട്ട് കമ്പനീസിനെ ഹെൽപ്പ് ചെയ്യുന്നു. ഇറ്റ് ഇൻക്രീസസ് ദ ലോയൽറ്റി ഓഫ് കസ്റ്റമേഴ്സ് ടു ദ ഫേമുമായിട്ട് കസ്റ്റമേഴ്സിന് ലോയലായിട്ടുള്ള ലോയൽറ്റി ഇൻക്രീസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ബെറ്റർ മൗത്ത് പബ്ലിസിറ്റി ബൈ ദ കസ്റ്റമർ റെഡ്യൂസസ് ദ പ്രൊമോഷൻ എക്സ്പെൻസ്. ലോയൽ കസ്റ്റമേഴ്സ് റെക്കമെൻഡ് ദ പ്രോഡക്റ്റ് സർവീസ് ടു അതേഴ്സ്. അപ്പം ബെറ്ററായിട്ടൊരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ട വന്നൊരു ഓർഗനൈസേഷൻ ആണെങ്കിൽ അതിൽ കസ്റ്റമേഴ്സ് ആ ഓർഗനൈസേഷനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ മറ്റുള്ളവരോട് പറയും, അല്ലെങ്കിൽ റെക്കമെൻഡ് ചെയ്യും. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് പ്രൊമോഷൻ എക്സ്പെൻസ് റെഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നു എന്നാണ് പറയുന്നത്. അടുത്ത് പറഞ്ഞിരിക്കുന്നത് ദ കസ്റ്റമേഴ്സ് വിൽ ഗീവ് ക്രിയേറ്റീവ് സജഷൻസ് ആൻഡ് ഫീഡ്ബാക്ക് ടു ദ കമ്പനി. കസ്റ്റമേഴ്സ് ക്രിയേറ്റീവായിട്ടുള്ള സജഷൻസും ഫീഡ്ബാക്കും കമ്പനിക്ക് കൊടുക്കുന്നു. അപ്പോൾ എന്തെങ്കിലും ഡ്രോബാക്ക് ഉണ്ടെങ്കിൽ കമ്പനിക്ക് അത് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. റിപ്പീറ്റഡ് ഡീലിങ്സ് ബൈ ദ കസ്റ്റമേഴ്സ് ഞാൻ പറഞ്ഞു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകുന്നതാണ് റിലേഷൻഷിപ്പ് മാർക്കറ്റിങ്ങിൻ്റെ മെയിൻ എയിം എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ നമുക്ക് കസ്റ്റമേഴ്സുമായിട്ട് റിപ്പീറ്റഡ് ആയിട്ടുള്ള ഡീലിങ്സ് ഉണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ ഒന്നിലധികം തവണ കസ്റ്റമേഴ്സുമായിട്ട് ബന്ധപ്പെടാനുള്ള അവസരം നമുക്ക് റിലേഷൻഷിപ്പ് മാർക്കറ്റിംഗ് വഴി കിട്ടുന്നു. 6 ഓവറോൾ ഇൻക്രീസ് ഇൻ സെയിൽസ് ആൻഡ് പ്രോഫിറ്റ് ഓഫ് ദി ഫേമിൻ്റെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് സെയിൽസ് ഇൻക്രീസ് ചെയ്യാനായിട്ട്, അതായത് റിലേഷൻഷിപ്പ് മാർക്കറ്റിംഗ് സ്മൂത്തായിട്ട് പോകുന്നൊരു ഓർഗനൈസേഷൻ ആണെങ്കിൽ ആ ഓർഗനൈസേഷൻ്റെ സെയിൽസും പ്രോഫിറ്റും ഇൻക്രീസ് ചെയ്യും. 7th പറഞ്ഞിരിക്കുന്നത് ബെറ്റർ കസ്റ്റമർ റിലേഷൻഷിപ്പ് മേക്ക് ഈസി ദ ഇൻട്രൊഡക്ഷൻ ഓഫ് ന്യൂ പ്രോഡക്റ്റ് ആൻഡ് സർവീസ്. ഇപ്പം കസ്റ്റമറുമായിട്ട് ബെറ്റർ റിലേഷൻഷിപ്പ് പോകുന്ന ഓർഗനൈസേഷൻ ആണെങ്കിൽ അവരിപ്പോൾ ഒരു പുതിയ പ്രോഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യണം. അപ്പോൾ അതിന് കൂടുതൽ അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല, കസ്റ്റമേഴ്സിന് അതിനെക്കുറിച്ച് അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഒരു പുതിയ പ്രോഡക്റ്റ് സർവീസ് നമുക്ക് ലോഞ്ച് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുന്നു. ഇത്തരം കാര്യങ്ങളാണ് റിലേഷൻഷിപ്പ് മാർക്കറ്റിങ്ങിനെ സംബന്ധിച്ച് പറഞ്ഞിരിക്കുന്നു. അടുത്ത് പറഞ്ഞാൽ 3ാമത്തെ ടേം എന്ന് പറയുന്നത് സോഷ്യൽ മാർക്കറ്റിംഗ്. അപ്പം അടുത്ത സോഷ്യൽ മാർക്കറ്റിംഗ് എന്താണെന്നും അതിൻ്റെ ഒബ്ജക്റ്റീവ് എന്താണെന്നും പറഞ്ഞിട്ടുണ്ട്. അതുപോലെ അടുത്ത ഓൺലൈൻ മാർക്കറ്റിങ്ങിൻ്റെ കാര്യം പറഞ്ഞിരിക്കുന്നു. ഇങ്ങനെ നമ്മളുടെ മോഡേൺ മാർക്കറ്റിങ്ങിൽ യൂസ് ചെയ്യുന്ന എല്ലാ ടേംസും നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ ഇൻക്ലൂഡാണ്. ഇപ്പോൾ സോഷ്യൽ മാർക്കറ്റിംഗ് എന്താണെന്നുള്ളത് അടുത്തായിട്ട് നമുക്ക് നോക്കാം. The term social marketing describes the use of marketing principles and techniques to promote a social cause, idea or behavior. സോഷ്യൽ മാർക്കറ്റിംഗ് എന്ന ടേം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സോഷ്യൽ
ഐഡിയ അല്ലെങ്കിൽ സോഷ്യൽ ബിഹേവിയറിനെ ചേഞ്ച് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അവരെ പ്രൊമോട്ട് ചെയ്യാനായിട്ടുള്ള എന്തെങ്കിലും ഒരു മാർക്കറ്റിംഗ് പ്രിൻസിപ്പിളോ ടെക്നിക്കോ അഡോപ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിനാണ് സോഷ്യൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അതായത് സൊസൈറ്റിയിൽ എന്തെങ്കിലും ചേഞ്ച് വരുത്തുന്ന രീതിയിലുള്ള മാർക്കറ്റിംഗ് പ്രിൻസിപ്പിൾസും ടെക്നിക്സും അഡോപ്റ്റ് ചെയ്യുക. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒരു സോഷ്യൽ മാർക്കറ്റിങ്ങിൻ്റെ ഗോൾ എന്ന് പറയുന്നത് ചേഞ്ച് ഫ്രം എ റോങ് ഐഡിയ ഓർ ബിഹേവിയർ ഓർ അഡോപ്ഷൻ ഓഫ് റൈറ്റ് ഐഡിയ ആൻഡ് ബിഹേവിയർ. ഒരു റോങ് ഐഡിയ അല്ലെങ്കിൽ റോങ് ബിഹേവിയറിൽ നിന്നും ന്യൂ ഐഡിയ അല്ല റൈറ്റ് ഐഡിയയും റൈറ്റ് ബിഹേവിയറും അഡോപ്റ്റ് ചെയ്യുന്നതിനെയാണ് സോഷ്യൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. സോഷ്യൽ മാർക്കറ്റിങ്ങിൻ്റെ ഗോൾ എന്ന് പറയുന്നത്. സോഷ്യൽ മാർക്കറ്റിംഗ് അറ്റംപ്റ്റ്സ് ടു ജനറേറ്റ് സോഷ്യൽ ബെനിഫിറ്റ്സ് ആൻഡ് വെൽഫെയർ, വെറാസ് കൊമേഴ്സ്യൽ മാർക്കറ്റിംഗ് അറ്റംപ്റ്റ് ടു ജനറേറ്റ് ഫിനാൻഷ്യൽ ബെനിഫിറ്റ്. അപ്പോൾ കൊമേഴ്സ്യൽ മാർക്കറ്റിലെ പ്രോഫിറ്റ് ഓറിയൻറ്റഡ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിയർ ആയിട്ടുള്ള ഫിനാൻഷ്യൽ ബെനിഫിറ്റ് മാത്രമാണ് ലക്ഷ്യം വെക്കുന്നത്. പക്ഷേ സോഷ്യൽ മാർക്കറ്റിങ്ങിൽ വരുമ്പോൾ സോഷ്യൽ ബെനിഫിറ്റ് വേണ്ടി അല്ലെങ്കിൽ സൊസൈറ്റിയുടെ വെൽഫെയറിന് വേണ്ടിയും കൂടി സോഷ്യൽ മാർക്കറ്റിംഗ് പ്രവർത്തിക്കുന്നു, അറ്റംപ്റ്റ് ചെയ്യുന്നു. ഇനി ഇവിടെ പറഞ്ഞിരിക്കുന്ന നമുക്ക് ഒരു ഫിലിപ്പ് കോട്ട്ലറിൻ്റെ ഡെഫിനിഷൻ സെക്കൻഡ് പാരഗ്രാഫിൽ പറഞ്ഞിട്ടുണ്ട് സോഷ്യൽ മാർക്കറ്റിംഗ് എന്താണെന്നുള്ളത്. സോഷ്യൽ മാർക്കറ്റിംഗ് ഈസ് ദ യൂസ് ഓഫ് പ്രിൻസിപ്പിൾസ് ആൻഡ് ടെക്നിക്സ് ടു ഇൻഫ്ലുവൻസ് എ ടാർഗറ്റ് ഓഡിയൻസ് ടു വോളണ്ടറിലി അക്സെപ്റ്റ്, റിജക്റ്റ്, മോഡിഫൈ ഓർ അബാൻഡൻ ബിഹേവിയർ ഫോർ ദ ബെനിഫിറ്റ് ഓഫ് ഇൻഡിവിജ്വൽ ഗ്രൂപ്പ്സ് ഓർ സൊസൈറ്റി ആസ് എ വോൾ. അപ്പോൾ ഒരു സൊസൈറ്റി മൊത്തമായിട്ടോ അല്ലെങ്കിൽ സൊസൈറ്റിയിലുള്ള ഗ്രൂപ്പ്സ്, ഇൻഡിവിജ്വൽ ആരെയെങ്കിലും അവരുടെ ബിഹേവിയറിനെ റിജക്റ്റ് ചെയ്യുകയോ മോഡിഫൈ ചെയ്യുകയോ അബാൻഡൻ ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലും ടെക്നിക്സോ പ്രിൻസിപ്പിൾസോ അഡോപ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെ സോഷ്യൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നു. അപ്പം സൊസൈറ്റിയുടെ മൊത്തമായിട്ടോ സൊസൈറ്റിയിലുള്ള ഇൻഡിവിജ്വലിൻ്റെയോ ഏതെങ്കിലും ഒരു ബിഹേവിയർ അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും ഒരു നേച്ചറിനെ ബാധിക്കുന്ന രീതിയിൽ ഉള്ള പ്രിൻസിപ്പിൾസ് ടെക്നിക്സും ഇൻഫ്ലുവൻസ് ചെയ്യുന്ന രീതിയിലുള്ള പ്രിൻസിപ്പിളും ടെക്നിക്കുകളും അഡോപ്റ്റ് ചെയ്യുന്നതാണ് സോഷ്യൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. സൊസൈറ്റീനെ അഫക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള സൊസൈറ്റീനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന രീതിയിലുള്ള ടെക്നിക്സും പ്രിൻസിപ്പിൾസും ആയിരിക്കും സോഷ്യൽ മാർക്കറ്റിങ്ങിൽ വരുന്നത്. Social marketing is used to influence the customers to change their behavior for the sake of improving health, preventing injuries, protecting the environment or contributing to the community. അപ്പോൾ സോഷ്യൽ മാർക്കറ്റിങ്ങിൽ വന്നിരിക്കുന്ന കസ്റ്റമറെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന പറഞ്ഞു ഇപ്പം പൊല്യൂഷൻ ഉണ്ടാകാതിരിക്കാൻ അല്ലെങ്കിൽ നമ്മുടെ എൻവയോൺമെൻറ്റ് പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട്, അതുപോലെ അവരവരുടെ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യുക, ഇങ്ങനെയുള്ള കുറച്ച് ഐഡിയാസാണ് സോഷ്യൽ മാർക്കറ്റിംഗ് വഴി വരുന്നത്. ഇവിടെ നമുക്ക് എക്സാമ്പിളായിട്ട് പറഞ്ഞിരിക്കുന്നതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മൾ സിഗരറ്റ് മേടിക്കുമ്പോൾ അല്ലെങ്കിൽ സിഗരറ്റിൽ എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും സിഗരറ്റ് സ്മോക്കിംഗ് ഈസ് ഇഞ്ചുറീസ് ടു ഹെൽത്ത്, ടുബാക്കോ കിൽസ്, ഡോണ്ട് മിക്സ് ഡ്രിങ്ക് വിത്ത് ഡ്രൈവ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ആൽക്കഹോളിക് ആയിട്ടുള്ള വസ്തുക്കൾ മേടിക്കുമ്പോൾ അല്ലെങ്കിൽ സിഗരറ്റ് മേടിക്കുമ്പോഴൊക്കെ എഴുതി വെച്ചിരിക്കും. അപ്പം ഇങ്ങനെ വരുമ്പോൾ നമുക്കറിയാം അതൊരു സോഷ്യൽ മെസ്സേജാണ് ആ വഴി അവർ മാർക്കറ്റ് ചെയ്യുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് സിഗരറ്റ് വലിക്കുന്ന ആരോഗ്യത്തിന് ഹാനികരമാണെന്ന് പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ ഡ്രിങ്ക് ചെയ്ത് ഡ്രൈവ് ചെയ്യരുതെന്ന് പറഞ്ഞിരിക്കുന്നത്. ഇത്തരം കാര്യങ്ങളെല്ലാം നമുക്ക് സോഷ്യൽ മെസ്സേജ് കൊടുക്കുന്ന രീതിയിലാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് സോഷ്യൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. കസ്റ്റമേഴ്സിനെ ഒരു ഇൻഫ്ലുവൻസ് ചെയ്യുന്ന രീതിയിലുള്ള ടെക്നിക്സുകൾ. പിന്നെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് ലൈഫ് ബോയുടെ സ്വസ്ഥ്യചേതന 5-year ഹെൽത്ത് ആൻഡ് ഹൈജീനിക് എഡ്യൂക്കേഷൻ പ്രോഗ്രാം ഇനിഷ്യേറ്റഡ് ബൈ ദ ഹിന്ദുസ്ഥാൻ ലിവർ. എക്സാമ്പിൾ ഓഫ് സോഷ്യൽ മാർക്കറ്റിംഗ്. പിന്നെ ഉള്ളത് ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഓർഗനൈസേഷൻ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റിൻ്റെ പേരിൽ എന്തെങ്കിലും ഒരു പദ്ധതികൾ തുടങ്ങുന്നു. ഇപ്പോൾ സ്വച്ഛ് ഭാരത്, ഇപ്പോൾ എല്ലാ ഒരു പ്രോഡക്റ്റുകളെല്ലാം എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രോഡക്റ്റാണ്, അല്ലെങ്കിൽ എങ്ങനെ ഇത് ഡിസ്പോസ് ചെയ്യാം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഓരോ പ്രോഡക്റ്റ് മേടിക്കുമ്പോൾ കാണാം. ഇങ്ങനെയുള്ള ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ സോഷ്യൽ മാർക്കറ്റിങ്ങായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. സൊസൈറ്റീനെയും കൂടി നമ്മൾ എങ്ങനെ കൺസിഡർ ചെയ്യണം എന്നുള്ള കാര്യം ഇതിനുള്ളിൽ പറയുന്നുണ്ട്. അടുത്തതായിട്ട് സോഷ്യൽ മാർക്കറ്റിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്സ് പറഞ്ഞിട്ടുണ്ട്. ഒരു 5 ഒബ്ജക്റ്റീവ്സ് എന്താണ് സോഷ്യൽ മാർക്കറ്റിംഗ് കൊണ്ട് ലക്ഷ്യം വയ്ക്കുന്നത് എന്നുള്ളത്. ഫസ്റ്റ് വൺ പറഞ്ഞിരിക്കുന്നത് ടു ഇംപ്രൂവ് ദ വെൽഫെയർ ഓഫ് ദി കൺസ്യൂമേഴ്സ് ആൻഡ് ദ സൊസൈറ്റി ആസ് എ ഹോൾ. സൊസൈറ്റിയുടെയും അതുപോലെ തന്നെ കൺസ്യൂമേഴ്സിൻ്റെയും വെൽഫെയർ ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് സോഷ്യൽ മാർക്കറ്റിങ്ങിൻ്റെ ഫസ്റ്റ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. പിന്നെ ഉള്ളത് എൻവയോൺമെൻറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക, അതുപോലെ തന്നെ കസ്റ്റമേഴ്സിനെ എഡ്യൂക്കേറ്റ് ചെയ്യുക. കാരണം ഇപ്പോൾ നമുക്കറിയാം ഒരു പ്രോഡക്റ്റിൻ്റെ തന്നെ അതിൻ്റെ കോപ്പീഡ് വേർഷനുണ്ട്. അതായത് ഒറിജിനൽ ബ്രാൻഡ് അല്ലാതെ അത് സെയിം തന്നെ ഏകദേശം ബ്രാൻഡ് നെയിമിൽ അല്ലെങ്കിൽ ട്രേഡ് മാർക്കിൽ ബ്രാൻഡ് നെയിമിൽ അല്ലെങ്കിൽ അത് എഴുതുന്നതിലൊക്കെ കുറച്ച് വ്യത്യാസം വരുത്തിയിട്ടുള്ള രീതിയിൽ പ്രോഡക്റ്റുകൾ ഇറങ്ങുന്നുണ്ട്. അങ്ങനെ വരുമ്പം കൺസ്യൂമേഴ്സിനെ പ്രോപ്പറായിട്ട് എഡ്യൂക്കേറ്റ് ചെയ്യുക, അതുപോലെ തന്നെ സൊസൈറ്റിയുടെ പ്രാധാന്യം വ്യക്തമാക്കി കൊടുക്കുക എന്ന് പറഞ്ഞാൽ എൻവയോൺമെൻറ്റ് പ്രൊട്ടക്ഷനും അതുപോലെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ കൺസ്യൂമറിനെ എഡ്യൂക്കേറ്റ് ചെയ്യുക. പിന്നെ നാലാമത് പറഞ്ഞിരിക്കുന്നത് ടു ഹെൽപ്പ് ദ കൺസ്യൂമേഴ്സ് ടു സെലക്ട് ദ റൈറ്റ് പ്രോഡക്റ്റ് ആൻഡ് അവോയ്ഡ് അൺഹെൽത്തി ആൻഡ് അൺസേഫ് പ്രോഡക്റ്റ്.
കറക്റ്റായിട്ടുള്ള പ്രോഡക്റ്റ് ചൂസ് ചെയ്യാനായിട്ട് കൺസ്യൂമേഴ്സിനെ ഹെൽപ്പ് ചെയ്യുക. അതുപോലെ അൺസേഫായിട്ടും അൺഹെൽത്തി ആയിട്ടുള്ള പ്രോഡക്റ്റുകളെ അവോയ്ഡ് ചെയ്യാനായിട്ടും അവർ എഡ്യൂക്കേറ്റ് ചെയ്യുക. ഫിഫ്ത്ത് വൺ പറഞ്ഞിരിക്കുന്നത് ടു ഇൻക്രീസ് ദ ഇമേജ് ഓഫ് ദി കമ്പനി ആൻഡ് ദ ബ്രാൻഡിൻ്റെ ഇമേജും അതുപോലെ കമ്പനിയുടെ ഗുഡ് വില്ലും ഇൻക്രീസ് ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് സോഷ്യൽ മാർക്കറ്റിങ്ങിൻ്റെ ഒബ്ജക്റ്റീവായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്തായിട്ട് വന്നിരിക്കുന്ന മോഡേൺ മാർക്കറ്റിങ്ങിൻ്റെ അടുത്തൊരു ടൈം വന്നിരിക്കുന്ന ഓൺലൈൻ മാർക്കറ്റിംഗ്. അപ്പോൾ ഈ ഒരു ഓൺലൈൻ മാർക്കറ്റിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും ഫെമിലിയറാണ്. ഓൺലൈൻ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാർക്കറ്റിംഗ് ത്രൂ ഇൻ്റർനെറ്റ് വഴി മാർക്കറ്റിംഗ് നടത്തുന്നതിനാണ് ഓൺലൈൻ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഇലക്ട്രോണിക് മീഡിയാസ് വഴി നമ്മൾ മാർക്കറ്റിങ്ങിൻ്റെ പ്രിൻസിപ്പിൾസും ടെക്നിക്സും അപ്ലൈ ചെയ്യുന്നതിന് ഓൺലൈൻ മാർക്കറ്റിംഗ് എന്ന് പറയുന്നു. ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ഈ ഫസ്റ്റ് പാരഗ്രാഫിൻ്റെ ലാസ്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഈ മാർക്കറ്റിംഗ് ഈസ് ഡിഫൈൻഡ് ആസ് ദ ആപ്ലിക്കേഷൻ ഓഫ് ദി ഇൻ്റർനെറ്റ് ആൻഡ് റിലേറ്റഡ് ഡിജിറ്റൽ ടെക്നോളജീസ് ടു അച്ചീവ് മാർക്കറ്റിംഗ് ഒബ്ജക്റ്റീവ്സ്. ഈ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻ്റർനെറ്റിൻ്റെയും അതുപോലെ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഡിജിറ്റൽ ടെക്നോളജിയുടെ സഹായത്തോടെ മാർക്കറ്റിംഗ് ഒബ്ജക്റ്റീവ് അറ്റൈൻ ചെയ്യുന്നതിനാണ് ഈ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഇതിൻ്റെ ഒരു പ്രോസസ്സ്, ഓൺലൈൻ മാർക്കറ്റിങ്ങിൻ്റെ പ്രോസസ്സ് എങ്ങനെയാണെന്നുള്ളതാണ് രണ്ടാമത്തെ പാരഗ്രാഫിൽ പറഞ്ഞിരിക്കുന്നത്. സ്റ്റാർട്ടിംഗ് പോയിൻ്റ് ഓഫ് ആൻ ഓൺലൈൻ മാർക്കറ്റിംഗ് പ്രോസസ് ദ ക്രിയേഷൻ ഓഫ് എ വെബ്സൈറ്റ്. ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുക. ബട്ട് ഇറ്റ് ഈസ് മോർ ദാൻ ദ ക്രിയേഷൻ ആൻഡ് മെയിൻ്റനൻസ് ഓഫ് എ വെബ്സൈറ്റ്. ഇറ്റ് കവേഴ്സ് ദ ഹോൾ പ്രോസസ് ഇൻവോൾവ് ഇൻ ദ ക്രിയേഷൻ, പ്രൊമോഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എ പ്രോഡക്റ്റ്. അപ്പോൾ ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് മാത്രമല്ല, വെബ്സൈറ്റ് വഴി നമ്മൾ പ്രൊമോഷൻസും അതുപോലെ പ്രോഡക്റ്റിന് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുകയാണെങ്കിൽ മാത്രമാണ് നമ്മുടെ ഓൺലൈൻ മാർക്കറ്റിംഗ് നമുക്ക് എഫക്റ്റീവാണെന്ന് പറയാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇനി ആപ്ലിക്കേഷൻ ഓഫ് ഇൻ്റർനെറ്റ് ഇൻ മാർക്കറ്റിംഗ്. അപ്പോൾ മാർക്കറ്റിങ്ങിൽ ഏതൊക്കെ രീതിയിലാണ് നമ്മുടെ ഇൻ്റർനെറ്റ് ഹെൽപ്പ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഓൺലൈൻ മാർക്കറ്റിംഗ് നമുക്കുള്ള ബെനിഫിറ്റ് എന്താണെന്നൊക്കെയുള്ള ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു കാര്യമാണ് നമ്മൾ എഴുതേണ്ടത്. ഇൻ്റർനെറ്റിൻ്റെ ആപ്ലിക്കേഷൻ മാർക്കറ്റിങ്ങിൽ അല്ലെങ്കിൽ ഓൺലൈൻ മാർക്കറ്റിങ്ങിൻ്റെ ബെനിഫിറ്റ്. ഫസ്റ്റ് വൺ പറഞ്ഞിരിക്കുന്നത്, ഇറ്റ് ഈസ് എ ഹൈ ഇൻറ്റൻസിറ്റി മീഡിയം. പീപ്പിൾ ഓൾ ഓവർ ദ വേൾഡ് യൂസ് ഇൻ്റർനെറ്റ് ഫോർ ഡിഫറെൻറ്റ് പർപ്പസസ് ആൻഡ് കമ്പനീസ് ക്യാൻ ഗെറ്റ് ആക്സസ് ടു ദ യൂസേഴ്സ് ഓഫ് ദി ഇൻ്റർനെറ്റ് വേൾഡ് വൈഡ്. അപ്പം ഏറ്റവും കൂടുതൽ ആൾക്കാർ, ലോകത്തിലുള്ള ഏറ്റവും കൂടുതൽ ആൾക്കാർ അപ്രോച്ച് ചെയ്യുന്നൊരു മീഡിയയാണ് ഈ പറഞ്ഞിരിക്കുന്ന ഇൻ്റർനെറ്റ് വഴിയുള്ളത്. അപ്പോൾ ഇൻ്റർനെറ്റ് വഴി പല സോഷ്യൽ മീഡിയാസ് വഴിയോ അല്ലെങ്കിൽ ഓരോ കാര്യങ്ങൾക്ക് സെർച്ച് ചെയ്യാനോ എല്ലാത്തിനും ഏറ്റവും കൂടുതൽ ആൾക്കാർ പോപ്പുലേഷൻ ഇൻറ്റൻസിറ്റി ഉള്ളൊരു മീഡിയമാണ് നമ്മുടെ ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇൻ്റർനെറ്റ് വഴിയുള്ള മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് കൂടുതൽ എഫക്റ്റീവ് ആയിരിക്കും. രണ്ടാമത് പറഞ്ഞിരിക്കുന്നത്, ഇറ്റ് ആക്ട് ആസ് ആൻ അഡ്വർടൈസിങ് മീഡിയം. പിന്നെ ഉള്ളത്, ഇൻ്റർനെറ്റിന് നമുക്ക് ഒരു അഡ്വർടൈസിങ് മീഡിയം ആയിട്ട് യൂസ് ചെയ്യാം. പ്രോഡക്റ്റ് നമ്മൾ ഡയറക്റ്റ് സെയിൽ നടത്തിയാലും പ്രോഡക്റ്റിനെ സംബന്ധിച്ചുള്ള ഇൻഫർമേഷൻ നമുക്ക് അല്ലെങ്കിൽ ആ പ്രോഡക്റ്റിനെ സംബന്ധിച്ചുള്ള അഡ്വർടൈസ്മെൻറ്റ് നമുക്ക് ഇൻ്റർനെറ്റ് വഴിയായിട്ട് നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കുന്നു. മൂന്നാമത് പറഞ്ഞിരിക്കുന്നത്, ഇറ്റ് പ്രൊവൈഡ്സ് എ direct response medium. Certain companies use sponsored links to lead a user to the website of the company when he search a product. ഡയറക്റ്റായിട്ട് റെസ്പോൺസ് ചെയ്യാൻ പറ്റുന്നൊരു മീഡിയമാണ് ഈ പറഞ്ഞേക്കുന്നത് ഇൻ്റർനെറ്റ്. അപ്പം നമ്മളിപ്പോൾ ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റിനെ സംബന്ധിച്ച് സെർച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ പ്രോഡക്റ്റ് എങ്ങനെ മേടിക്കാം അല്ലെങ്കിൽ എങ്ങനെ വാങ്ങിക്കാം എന്നുള്ള ലിങ്ക് കൂടി നമുക്കതിൽ അവൈലബിളാണ്. അപ്പം ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന ഇത്രേ ഉള്ളൂ. നമുക്ക് പെട്ടെന്ന് തന്നെ റെസ്പോണ്ട് ചെയ്യാൻ പോലെയുള്ള ഡേറ്റാസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ലിങ്ക്സ് നമുക്ക് ഇൻ്റർനെറ്റിൽ അവൈലബിളാണ്. Fourth one, it offers a platform for sales transaction. Companies can use the internet to sell their product online. അപ്പോൾ സെയിൽസ് ട്രാൻസാക്ഷന് വേണ്ടിയിട്ടുള്ളൊരു പ്ലാറ്റ്ഫോമാണ് നമ്മുടെ ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത്. കാരണം ഇൻ്റർനെറ്റ് വഴി ഇപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ആൾക്കാർ പ്രോഡക്റ്റുകൾ സെയിൽ നടത്തുന്നതും ബൈ ചെയ്യുന്നതും ഇൻ്റർനെറ്റ് വഴിയാണ്. അപ്പോൾ ഇൻ്റർനെറ്റ് വഴി നമുക്ക് പ്രോഡക്റ്റുകൾ സെയിൽ നടത്താനും ബൈ ചെയ്യാനായിട്ട് സാധിക്കും. Fifth one, it functions as a customer service mechanism. A company website gives a user or visitor all information regarding its product and also gives answers to his different queries. കസ്റ്റമർ സർവീസ് മെക്കാനിസം ആയിട്ടും ഇൻ്റർനെറ്റ് അല്ലെങ്കിൽ ഓൺലൈൻ മാർക്കറ്റിംഗ് ഹെൽപ്പ് ചെയ്യുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു കമ്പനിയുടെ വെബ്സൈറ്റിൽ നമ്മൾ സെർച്ച് ചെയ്യുകയാണെങ്കിൽ അവരെ സംബന്ധിച്ചുള്ള എല്ലാ ഇൻഫർമേഷനും അല്ലെങ്കിൽ അവരുടെ പ്രോഡക്റ്റ് എന്തൊക്കെയാണ്, ഓരോ പ്രോഡക്റ്റ് എന്തിനു യൂസ് ചെയ്യുന്നത് എന്നുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഒരു കമ്പനിയുടെ വെബ്സൈറ്റിൽ നിന്ന് അറിയാനായിട്ട് സാധിക്കുന്നു. 6.1, it acts as a relationship building medium. Through internet, a company can interact with its customers personally and learn the individual needs of the customers. അപ്പോൾ കസ്റ്റമറുമായിട്ട് ഇൻഡിവിജ്വലായിട്ട് തന്നെ ഒരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകാനായിട്ട് ഇൻ്റർനെറ്റ് വഴി നമുക്ക് സാധിക്കുന്നു. കസ്റ്റമേഴ്സിന് അവർക്ക് എന്തെങ്കിലും ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ ഇൻ്റർനെറ്റ് വഴി അറിയിക്കാം. അതുപോലെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ ഇൻ്റർനെറ്റ് വഴി അറിയാം. അപ്പോൾ ഇങ്ങനെ ഒരു ഡയറക്റ്റ് റിലേഷൻഷിപ്പ് കസ്റ്റമറുമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഇൻ്റർനെറ്റ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. Last one, it helps companies to gather and store response of the individual customers.
അപ്പോൾ ഇൻഡിവിജ്വൽ കസ്റ്റമേഴ്സിൻ്റെ ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്യാനും അല്ലെങ്കിൽ അവരുടെ ഇൻഫർമേഷൻ സീക്ക് ചെയ്യാനും അവരുടെ റെസ്പോൺസ് എന്താണെന്ന് അറിയാനും നമുക്ക് ഇൻ്റർനെറ്റ് വഴി ഈസി ആയിട്ട് സാധിക്കുന്നു. ഇത്തരം കാര്യങ്ങളാണ് ഇൻ്റർനെറ്റിൻ്റെ അഡ്വാൻറ്റേജ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. ഇനി ഈ മാർക്കറ്റിങ്ങിൽ ഉള്ള അഡ്വാൻറ്റേജ് എന്തൊക്കെയാണെന്ന് അടുത്ത് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് ആണ് ഗ്ലോബൽ റീച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രേ ഉള്ളൂ. നമുക്ക് ഓൾ ഓവർ ദി വേൾഡ് എവിടെ വേണേലും എവിടെ നിന്നുള്ള പ്രോഡക്റ്റ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നു. നെക്സ്റ്റ് വൺ ലോവർ കോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് നമുക്ക് സ്മോൾ ഇൻവെസ്റ്റ്മെൻറ്റിൽ തന്നെ നമുക്ക് നമ്മുടെ പ്രോഡക്റ്റുകൾ നമുക്ക് ടാർഗറ്റഡ് ആയിട്ടുള്ള മാർക്കറ്റിലെത്തിക്കാനും കസ്റ്റമറിനോട്ട് അതിനെക്കുറിച്ച് അറിയിക്കാനായിട്ട് നമുക്ക് സാധിക്കും. നമുക്കൊരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്ത് അതുവഴി നമുക്ക് ലോവർ കോസ്റ്റിൽ നമ്മുടെ പ്രോഡക്റ്റിനെ സംബന്ധിച്ചുള്ള ഇൻഫർമേഷൻ കൊടുക്കാനായിട്ട് സാധിക്കുന്നു. തേർഡ് വൺ മെഷറബിൾ റിസൾട്ട്. അപ്പോൾ ഒരു കമ്പനിക്ക് അവരുടെ റിസൾട്ട് വെബ്സൈറ്റിൽ എത്രത്തോളം ആൾക്കാർ വിസിറ്റ് ചെയ്തു അല്ലെങ്കിൽ എത്രത്തോളം ആൾക്കാർ നമ്മുടെ വെബ്സൈറ്റ് സന്ദർശിച്ചു, എത്രത്തോളം ആൾക്കാർ റെസ്പോണ്ട് ചെയ്തു, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് പെട്ടെന്ന് തന്നെ മെഷർ ചെയ്യാനായിട്ട് ഓൺലൈൻ അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് മാർക്കറ്റിംഗ് വഴി സാധിക്കുന്നു. ഫോർത്ത് വൺ പേഴ്സണലൈസേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കമ്പനിക്ക് ഓരോ കസ്റ്റമേഴ്സിനും പേഴ്സണലായിട്ട് അറിയാനും അവരെത്രത്തോളം പർച്ചേസ് നടത്തില്ല, എത്ര തവണ പർച്ചേസ് നടത്തി എന്നുള്ള കാര്യം ഇപ്പോൾ അങ്ങനെ അറിയുമ്പം സ്പെഷ്യൽ ഓഫേഴ്സ് ആവശ്യമെങ്കിൽ അങ്ങനെ സ്പെഷ്യൽ കസ്റ്റമേഴ്സിന് ഇപ്പം നമ്മളൊക്കെ ഫ്രീക്വൻ്റായിട്ട് പർച്ചേസ് നടത്തുകയാണെങ്കിൽ ഏതൊരു പർട്ടിക്കുലർ വെബ്സൈറ്റ് നമുക്ക് ബോണസ് കസ്റ്റമറിനോ അല്ലെങ്കിൽ നമുക്കങ്ങനെ ഓരോ തവണ മെഡൽ തരൂ, അങ്ങനെ ഓരോ വെബ്സൈറ്റിനും ഓരോ രീതിയായിരിക്കും. അപ്പോൾ ഇങ്ങനെ നമ്മൾ എത്ര തവണ പർച്ചേസ് നടന്നു അത്ര തവണ നമ്മൾ നമ്മുടെ കസ്റ്റമറിൽ അവർ വാല്യൂ ചെയ്യും. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഇത്രേ ഉള്ളൂ. ഈ ഒരു ഓൺലൈൻ മീഡിയ ആയതുകൊണ്ട് അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് മീഡിയ വഴി കമ്പനിക്ക് കറക്റ്റായിട്ട് കസ്റ്റമേഴ്സിനെ അറിയാനും അതുപോലെ തന്നെ കസ്റ്റമേഴ്സിന് സ്പെഷ്യൽ ഓഫേഴ്സ് സെലക്ട് ആയിട്ടുള്ളതൊക്കെ കൊടുക്കാനും സാധിക്കുന്നു. അടുത്തായിട്ട് പറഞ്ഞിരിക്കുന്ന അഡ്വാൻറ്റേജ് ഫാസ്റ്റ് ആൻഡ് ഈസി. നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ്. ഏറ്റവും ഫാസ്റ്റായിട്ടും ഏറ്റവും ഈസി ആയിട്ട് നമുക്കിപ്പോൾ ഒരു ഷോറൂമിൽ പോയി സെലക്ട് ചെയ്യുന്നതിനേക്കാൾ ഈസി ആയിട്ട് നമുക്ക് ഓൺലൈൻ വഴി പർച്ചേസ് നടത്താനും അതുപോലെ ട്രഡീഷണൽ മാർക്കറ്റിനെ അപേക്ഷിച്ച് ഫാസ്റ്റായിട്ട് പേയ്മെൻറ്റ് നടത്താനും നമുക്ക് സാധിക്കുന്നു. പിന്നെ ഉള്ളത് ഇൻറ്ററാക്ടിവിറ്റി. marketing makes possible a two-way communication between the company and the customers. The company can directly give answers to the queries made by the customer and store their feedback. അപ്പോൾ ഇൻ്ററാക്ടിവിറ്റി അല്ലെങ്കിൽ ഇൻ്റർപേഴ്സണൽ ആക്ടിവിറ്റീസ് വരുന്നതാണ് കമ്പനിക്ക് ഓരോ കസ്റ്റമേഴ്സിനും ഡയറക്റ്റായിട്ട് റിലേറ്റ് ചെയ്യാനും അവരുടെ എന്തെങ്കിലും ക്വറീസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അത് നേരിട്ട് തന്നെ അറിയാനും അതനുസരിച്ചുള്ള ആൻസർ കൊടുക്കാനുമായിട്ടും നമുക്ക് ഓൺലൈൻ മീഡിയാസ് വഴി സാധിക്കുന്നു. ദെൻ ലാസ്റ്റ് പറഞ്ഞിരിക്കുന്നത് മാക്സിമം എഫിഷ്യൻസി. ഓൺലൈൻ വഴി അല്ലെങ്കിൽ ഈ മാർക്കറ്റിംഗ് വഴി കമ്പനിക്ക് കസ്റ്റമറിൻ്റെ ഫീഡ്ബാക്ക് കൂടുതലായിട്ട് കിട്ടാനും അതനുസരിച്ച് മോഡിഫിക്കേഷൻസ് വരുത്താനും അല്ലെങ്കിൽ എഫിഷ്യൻ്റായിട്ട് കറക്ഷൻസ് വരുത്തി പ്രോഡക്റ്റ് പുറത്തിറക്കാനായിട്ടും സാധിക്കുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇൻ്റർനെറ്റ് മാർക്കറ്റിങ്ങിൻ്റെ അഡ്വാൻറ്റേജ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്തായിട്ട് പറഞ്ഞത് ഏതൊക്കെ രീതിയിലാണ് ഓൺലൈൻ മാർക്കറ്റിംഗ് ഉള്ളത്, ടൈപ്സ് ഓഫ് ഓൺലൈൻ മാർക്കറ്റിംഗ്. ഫസ്റ്റ് വൺ പറഞ്ഞിരിക്കുന്നത് ബാനർ അഡ്വർടൈസ്മെൻറ്റ്സ്. ബാനർ അഡ്വർടൈസ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഓൺലൈൻ അഡ്വർടൈസിങ് ഫോമാണ് പറഞ്ഞിരിക്കുന്നത്. ബാനർ ആഡ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഒരു വെബ്സൈറ്റ് സെർച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ താഴെ കൂടി ഒരു ബാനർ വരുന്നു കാണാം, അല്ലെങ്കിൽ സൈഡിൽ കൂടി ഒരു ബാനർ വരുന്നു കാണാം. അപ്പം നമുക്ക് ആ ബാനറിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഡയറക്റ്റായിട്ട് അവരുടെ വെബ്സൈറ്റിലോട്ട് കയറാനായിട്ട് നമുക്ക് സാധിക്കും. ഇങ്ങനെ എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് ഒരു കമ്പനി എന്തെങ്കിലും ഒരു പ്രോഡക്റ്റിൻ്റെ അഡ്വർടൈസ്മെൻറ്റ് വെച്ചിട്ട് ബാനർ രീതിയിൽ കാണിക്കുന്നു. നമ്മളതിൽ നിന്ന് കസ്റ്റമറിന് ഡയറക്റ്റായിട്ട് ആ പ്രോഡക്റ്റുള്ള വെബ്സൈറ്റിലേക്ക് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. അങ്ങനെയുള്ളതാണ് ബാനർ അഡ്വർടൈസ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ബാനർ അഡ്വർടൈസ്മെൻറ്റ് ആർ പോപ്പുലർ ഫോം ഓഫ് ഓൺലൈൻ അഡ്വർടൈസിങ് കമ്മിങ് ഡിഫറെൻറ്റ് ഷേപ്പ് ആൻഡ് സൈസ് ഓഫ് ഡിഫറെൻറ്റ് വെബ്സൈറ്റ്. ഓക്കെ, ഇനി അടുത്ത് രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് ഇമെയിൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഡ്വർടൈസ്മെൻറ്റ് അല്ലെങ്കിൽ പ്രോഡക്റ്റിനെ സംബന്ധിച്ചുള്ള ഇൻഫർമേഷന് ഓരോരുത്തരുടെയും പേഴ്സണൽ ഇമെയിലായിട്ട് അയച്ചു കൊടുക്കുന്നതിനാണ് ഇമെയിൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നെങ്കിൽ ബാനർ അഡ്വർടൈസ്മെൻറ്റ് വഴി കസ്റ്റമേഴ്സിനെ പ്രോഡക്റ്റിനെ സംബന്ധിച്ച് അറിയിക്കാം, ഇല്ലെങ്കിൽ ത്രൂ ഇമെയിൽ വഴി അറിയിക്കുന്നതിനാണ് ഇമെയിൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അടുത്ത് പറഞ്ഞിരിക്കുന്നത് പാർട്ട്ണർഷിപ്പ് ഓർ അഫിലിയേറ്റ് മാർക്കറ്റിംഗ്. പാർട്ട്ണർഷിപ്പ് ഓർ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വെബ്സൈറ്റ് ഓണർ ഉണ്ടാകും, അതുപോലെ തന്നെ ഒരു മാർക്കറ്റിംഗ് ഫാം ഉണ്ടാകും. അപ്പോൾ ഈ മാർക്കറ്റിംഗ് ഫാം ആയിരിക്കത്തില്ല വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ നടക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ തമ്മിലുള്ള ഒരു പാർട്ട്ണർഷിപ്പ്. അപ്പോൾ ഈ വെബ്സൈറ്റ് ഓണർ അദ്ദേഹത്തിൻ്റെ വെബ്സൈറ്റിൽ ഈ ഫേമിനെ സംബന്ധിച്ചുള്ള അഡ്വർടൈസ്മെൻറ്റും ഡേറ്റാസും കൊടുക്കുന്നു. അതുവഴി കസ്റ്റമർ ആ ഒരു പ്രോഡക്റ്റ് മേടിക്കാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ ഈ മാർക്കറ്റിംഗ് ഫേമുമായിട്ട് കണക്ട് ചെയ്ത് കൊടുക്കുന്നു. ഇങ്ങനെ പ്രോഫിറ്റ് ഷെയർ ചെയ്യുന്നുണ്ട്, ഇവർ തമ്മിൽ പ്രോഫിറ്റ് ഷെയർ ചെയ്യുന്നുണ്ട്.
ഇങ്ങനെയുള്ളതിനെയാണ് പാർട്ണർഷിപ്പ് ഓർ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന ഓൾമോസ്റ്റ് എല്ലാം തന്നെ www.amazon.com, ആമസോണിലൊക്കെ പല കമ്പനീസിൻ്റെ പ്രോഡക്റ്റ് അവൈലബിൾ ആണ്. അപ്പം ഈ ഒരു വെബ്സൈറ്റ് വഴി ആമസോൺ വഴി പല കമ്പനീസിൻ്റെയും പ്രോഡക്റ്റ് നമുക്ക് കിട്ടുന്നു. അങ്ങനെ നമുക്ക് ആ ഒരു ആമസോൺ വെബ്സൈറ്റേഴ്സും പിന്നെയുള്ള ഓരോ മാർക്കറ്റിംഗ് ഫേംസും തമ്മിൽ ഒരു പാർട്ട്ണർഷിപ്പ് ഡീലിലാണ് അവരങ്ങനെ ഏർപ്പെടുന്നത്. ഇനി അടുത്ത ഫോർത്ത് വൺ പറഞ്ഞിരിക്കുന്നത് സെർച്ച് എഞ്ചിൻ മാർക്കറ്റിംഗ്. സെർച്ച് എഞ്ചിൻ മാർക്കറ്റിംഗ് നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ളതാണ്. കാരണം നമ്മളെല്ലാവരും സെർച്ച് എഞ്ചിൻസ് യൂസ് ചെയ്യുന്നതാണ്. ഗൂഗിൾ, യാഹൂ, അതുപോലെ ബിങ് ഇങ്ങനെയുള്ള സെർച്ച് എഞ്ചിൻസ് യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്കത് സെർച്ച് എഞ്ചിൻ യൂസ് ചെയ്യുമ്പോൾ പറയാം, നമ്മൾ ഗൂഗിളൊക്കെ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോഴത്തേനും നമുക്ക് ഒരുപാട് അഡ്വർടൈസ്മെൻറ്റ് വരുന്നത് കാണാം. അപ്പോൾ ഇങ്ങനെ ഏതെങ്കിലും ഒരു സെർച്ച് എഞ്ചിൻ വഴി കമ്പനീസ് രജിസ്റ്റർ ചെയ്യുന്നു, അല്ലെങ്കിൽ അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കാനായിട്ട് രജിസ്റ്റർ ചെയ്തിട്ട് ആ ഗൂഗിൾ സെർച്ച് അല്ലെങ്കിൽ ആ ഒരു സെർച്ച് എഞ്ചിൻ ഏതാണോ ആ സെർച്ച് എഞ്ചിനിൽ നമ്മൾ എൻ്റർ ചെയ്യുമ്പോൾ, കസ്റ്റമർ എൻ്റർ ചെയ്യുമ്പം പ്രോഡക്റ്റിനെ സംബന്ധിച്ചുള്ള ഡേറ്റാസും കൂടി കിട്ടുന്നതിനെയാണ് സെർച്ച് എഞ്ചിൻ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ സെർച്ച് എഞ്ചിൻ വഴി പ്രോഡക്റ്റുകൾ മാർക്കറ്റ് നടത്തും. ഇങ്ങനെ 4 രീതിയിലുള്ള ഓൺലൈൻ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസാണ് വരുന്നത്. ബാനർ അഡ്വർടൈസ്മെൻ്റ് ആയിട്ട് ബാനർ പോലെ ഓൺലൈൻ വഴി ഇൻ്റർനെറ്റ് വഴി അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കുന്നു. ത്രൂ ഇമെയിൽ മാർക്കറ്റിംഗ് നടത്തുന്നു. ദെൻ പാർട്ട്ണർഷിപ്പ്, ഏതെങ്കിലും ഒരു വെബ്സൈറ്റ് ഓണറും ഒരു ഫേമും തമ്മിലൊരു പാർട്ട്ണർഷിപ്പിൽ ഏർപ്പെട്ട് പ്രോഫിറ്റ് ഷെയർ ചെയ്യാനുള്ള പാർട്ട്ണർഷിപ്പിൽ ഏർപ്പെട്ടുകൊണ്ടുള്ള മാർക്കറ്റിംഗ്. ദെൻ ഫോർത്ത് വൺ പറഞ്ഞിരിക്കുന്നത് സെർച്ച് എഞ്ചിൻ മാർക്കറ്റിംഗ്. ഇനി അടുത്തായിട്ട് നമുക്ക് ഗ്രീൻ മാർക്കറ്റിംഗ്, അതുപോലെ തന്നെ നമുക്ക് കുറച്ചും കൂടി ടൈംസ് പഠിക്കാനുണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും ടൈംസേ ഉള്ളൂ. അപ്പോൾ ഇത് 5 മാർക്കിൻ്റെയൊക്കെ സാധാരണ ചോദിക്കുന്നതാണ്. അപ്പോൾ നിങ്ങളെല്ലാം മനസ്സിലാക്കി പഠിക്കുക. ഓൺലൈൻ മാർക്കറ്റിങ്ങിനെ കുറിച്ചൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി ഈസി ആയിട്ട് നിങ്ങൾക്ക് എഴുതാനായിട്ട് സാധിക്കും. സോ നിങ്ങൾ പോയിൻ്റൊക്കെ നോക്കി പഠിച്ചതിന് ശേഷം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, താങ്ക് യു.